ഇനി നമുക്ക് പെസഞ്ച് കണ്ടാലോ? വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടി ഒരു കുക്കുംബർ നിങ്ങൾക്ക് 1 2 എടുക്കാം. അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ ഇഞ്ചി, പിന്നുള്ളത് പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ, അത് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പം എൻ്റെ വലിയ ജാറായതുകൊണ്ട് ശരിക്കത് അരിഞ്ഞ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൈരും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ പിന്നെ ഒന്നുകൂടെ അരച്ചെടുക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം കുക്കുംബർ നന്നായിട്ട് അരച്ച് തന്നെ എടുക്കുക. അതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്തൊന്ന് കടുക് താളിച്ചൊഴിക്കുക. കടുക് താളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയോ ചേർക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് വളരെ സിമ്പിളായിട്ട് ഒന്ന് കടുക് താളിച്ച് ഒഴിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു നുള്ളു മുളക് പൊടി മാത്രം ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. തേങ്ങയൊന്നും വേണ്ട, അധികം സമയമൊന്നും എടുക്കുകയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ പെസഞ്ച് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അടുത്തത് നമുക്ക് തക്കാളി വെച്ചൊരു തമ്പുളിയാണ്. അത് നമ്മൾ തക്കാളി കട്ട് ചെയ്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ അത് തക്കാളി ഒന്ന് മുരിഞ്ഞ് തന്നെ കിട്ടണം. കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ സ്പൈസസിനുള്ള പച്ചമുളക്, വറ്റൽമുളക്, അത് ഓപ്ഷണലാണ്. ഏതെങ്കിലും ഒരെണ്ണം ചേർത്താലും മതി. സ്പൈസസിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഇഞ്ചി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മളിതൊന്ന് ചതച്ചെടുക്കുക. ഈ ഒരു കൂട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചട്നിയൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ ഒരു കറിയായിട്ടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടി ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ഈ ഒരു സമയത്ത് അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒന്ന് താളിച്ച്, അതും വളരെ സിമ്പിളായിട്ട് താളിച്ച് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് 2 കറിയും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. 2 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ, താങ്ക് യു.